നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടിലാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ വി ഡി സതീശൻ. അദ്ദേഹവുമായി അല്പസമയം നമ്മൾ ഈ യാത്രയിൽ ചെലവഴിക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ കറൻറ്റായ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ നിന്ന് തന്നെ ആരംഭിച്ചാൽ നമുക്കിപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് നല്ല ആധിപത്യമുള്ള, UDF നല്ല ആധിപത്യമുള്ളൊരു മത്സരമാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല. അഭിപ്രായ സർവേകളും അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീല വീഡിയോകളോ മിസ്ഇൻഫർമേഷനോ ഒക്കെ പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു അപവാദം നേരിടേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിനുണ്ടോ? ഒരു തരത്തിലില്ല. ഞങ്ങൾ ഒരു തരത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത്ര ഒരു തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് നടപടിയെടുക്കും. പക്ഷേ ഞാനിത് അന്വേഷിച്ചിട്ട് എനിക്കിതുവരെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലും, ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് അന്വേഷിച്ചു. അവർ പോലീസിൽ കൊടുത്ത പരാതിയെക്കുറിച്ച് ഞാൻ നോക്കി. ആ പരാതിയിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇല്ല. മാത്രമല്ല, ഇതെന്നെ അത്ഭുതപ്പെടുത്തിയത് കഴിഞ്ഞ മാസം 25-ാം തീയതി കൊടുത്ത പരാതിയാണ്. മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. LDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റി പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പരാതി കൊടുത്തത്. ഞാൻ പറയാം, അങ്ങനെ ഒരു തെറ്റ് അവർ ആരോപിക്കുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ 26-ാം തീയതി കേസെടുക്കണമായിരുന്നു, നടപടി എടുക്കണം. 3 ആഴ്ച അനക്കിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി അത് ചുരുട്ടി വെച്ചോ എവിടെയെങ്കിലും. എന്നിട്ട് ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ച ആയപ്പോഴേക്കും ഒരു വൈകാരികമായിട്ടൊരു സാധനമായിട്ട് ഇറങ്ങിയതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ല ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും, UDFമായിട്ടോ ആർക്കെങ്കിലും ബന്ധമുള്ള ആരെങ്കിലും, ഇവരെ മാത്രമല്ല, സ്ത്രീകളെ മാത്രമല്ല, ആരെയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. താങ്കൾ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നടപടിയെടുക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. ഉത്തരവാദിത്തത്തോട് പറയും. ഇത് തന്നെയാണ് എൻ്റെ റിയാക്ഷൻ ഈ സംഭവത്തെക്കുറിച്ച്. അതെ, അതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു സ്ത്രീ തന്നെ വന്ന് തനിക്കെതിരെ ഒരു അശ്ലീല വീഡിയോ ഇറക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നാലും താങ്കൾ പറഞ്ഞ വളരെ കൃത്യമാണ്. ആ പരാതിയോടൊപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെൻ ഡ്രൈവിലോ ഒക്കെ ആക്കി കൊടുക്കാൻ അവർ നിർബന്ധിതയാകും. രണ്ടാമത്തെ കാര്യം, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇതേപോലൊരു അലിഗേഷൻ നിങ്ങൾ നേരിട്ടു. 2 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസിൻ്റെ വേർഷൻ പ്രകാരം മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള 2 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി, ശിവദാസനും ഷുക്കൂറും. അപ്പോൾ ഇത് ആളുകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാകും. ഞാൻ പറയാം, ആ കേസിലും അത് ഉണ്ടാക്കിയെന്നുള്ള പേരിലല്ല 2 പേർക്കെതിരെ കേസെടുത്തത്. ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ, ഈ പാവപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഇത് ഫോർവേഡ് ചെയ്യില്ലേ? ഫോർവേഡ് ചെയ്ത ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 2 പേരെ കോൺഗ്രസ്സുകാരെ തിരഞ്ഞുപിടിച്ച കേസെടുത്തത്. ആ വീഡിയോ എവിടെ നിർമ്മിച്ചു എന്നോ ആര് നിർമ്മിച്ചു എന്നോ പിന്നീട് ഇവരാരും അന്വേഷിച്ചിട്ടില്ല. ആ വീഡിയോ ഇതുപോലെ CPMൻ്റെ വ്യാജ നിർമ്മിതിയാണ്. ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ച. എന്നിട്ട് മന്ത്രിയായിരുന്ന P. രാജീവ് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു, ഞാനാണത് നിർമ്മിച്ചതെന്ന്. എൻ്റെ ജോലി അതാണ്, വ്യാജ. അപ്പോൾ എന്തൊരു വില കുറഞ്ഞ ആരോപണം. അത് CPMൽ തന്നെ നടന്നതാണ്. കാരണം അയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പ് പാർട്ടിയിൽ തന്നെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന ജില്ലാ കമ്മിറ്റി ലെനിൻ സെൻറ്റർ ഓഫീസിൽ അയാളെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ വെച്ച അയാൾ സങ്കടം പറഞ്ഞ കേട്ടിട്ടില്ലേ? ഗോപി കോട്ടമണിക്ക്. അത് ചെയ്ത പാർട്ടിയാണ് ഇവര്. അല്ല, പക്ഷെ വടകരയിൽ ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി മാറിയിട്ടുണ്ട്. ഞാൻ പറയാം. അതായത് അതിനുശേഷം ശൈല ടീച്ചർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നോക്കൂ, നിങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും ഇത്തരത്തിൽ വ്യാജ വീഡിയോ നിർമ്മിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ളത് ഒരു സ്ത്രീയുടെ പ്രശ്നമായി ഒരു ഇരവാദം ഉയർത്തിയിരിക്കുന്നു. അതായത് പാനൂരിലെ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ ഒരു ക്ഷീണത്തെ മറികടക്കാനുള്ള ഒരു ആയുധം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. വടകര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതൊന്നും അവിടെ ഓടില്ല. ഞങ്ങൾ ചോദിച്ചത് ഉത്തരം പറയണ്ടേ? 25-ാം തീയതി കിട്ടിയ പരാതിയിൽ 3 ആഴ്ചയായിട്ട് ഒരു നടപടി എടുക്കാതെ ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ച ആയപ്പോഴേക്കും ഇമോഷണലായിട്ടുള്ളൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടുവന്നാൽ ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ എനിക്കെതിരെ ഒരെണ്ണം വന്നു. അതായത് ദുബായിലെ പ്രളയം മനുഷ്യനിർമ്മിതമാണ് ഞാൻ പറഞ്ഞു എന്നാണ്. അതായത് കേരളത്തിൽ 2018-ലുണ്ടായ മഹാപ്രളയം മാൻമെയ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനാണ് ആദ്യം പറഞ്ഞത്. MLA ഇരിക്കും. അതിൻ്റെ ഇത് ഇപ്പോഴും കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് തിരുത്തിയിട്ട് ദുബായിലെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് ഞാൻ ഒരു പരാതി കൊടുത്തു. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഞാൻ കൊടുത്ത പരാതിയിൽ 9 എണ്ണത്തിനും തിരിച്ച് മറുപടി തന്നേക്കുന്നത് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഷാഫി പറമ്പിൽ ചെയ്തെന്ന്. ഷാഫി പറമ്പിലിൻ്റെ ജോലി അതാണ്. ഞാൻ ചെയ്തെന്നാണ് തൃക്കാക്കര ഇലക്ഷനിൽ പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി. ഇപ്പോൾ രാഹുൽ ഗാന്ധി നമ്മൾ നിശ്ചയമായും
വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം പിന്നെ ദേശീയ രംഗത്ത് വലിയ രീതിയിൽ നിർവഹിക്കാനുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയാണ് ദേശീയ രംഗത്ത് CPM. നിങ്ങൾ വളരെ പിന്നെ അലയൻസോടുകൂടി മറ്റു പല സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി ചുരുങ്ങാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് മോദിയെ വിമർശിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനത്തിൻ്റെ മുനതിരിച്ച് വയ്ക്കുന്നത് ശരിയായൊരു രാഷ്ട്രീയ നീക്കമാണ്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്. ശ്രീ VD സതീശൻ വിമർശനം ഉന്നയിക്കാം, ശ്രീ K സുധാകരൻ ഉന്നയിക്കാം, മുരളീധരൻ ഉന്നയിക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് ഉന്നയിക്കാം. രാഹുൽ ഗാന്ധി അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം അദ്ദേഹം കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ആദ്യം ഇത് പറഞ്ഞത്. അദ്ദേഹം 35 മിനിറ്റ് കണ്ടിന്യൂസ് ആയി BJP അറ്റാക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു, എൻ്റെ അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് ലോകസഭാ അംഗത്വം റദ്ദ് ചെയ്തു, എൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു, എല്ലാ ദിവസവും എനിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 35 ദിവസമായിട്ട് രാഹുൽ ഗാന്ധിയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ അദ്ദേഹത്തിൻ്റെ ആ ടെക്സ്റ്റ് ഉണ്ട്, ഒരേ ടെക്സ്റ്റാണ് അദ്ദേഹം വായിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരേ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 പൗരത്വ നിയമം, 2 കോൺഗ്രസ്, 3 രാഹുൽ ഗാന്ധി. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, എന്നെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? എനിക്കതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ BJP വിമർശിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ 2 ചീഫ് മിനിസ്റ്റർമാർ ജയിലിലാണ്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ ഉള്ള സ്ഥലത്തും മുഴുവൻ BJP അവരെ വിമർശിക്കുന്നവർക്കെതിരായിട്ട് എല്ലാം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടിയെടുപ്പിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അവരത് ചെയ്യുന്നില്ല. കാരണം കേരളത്തിൽ അവർക്ക് വേറെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഉള്ളത്. കാരണം അവർ BJPയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ അലിഗേഷനാണ്. SNC ലാവ്ലിൻ കേസ് 6.5 കൊല്ലമായിട്ട് പെൻഡിങ് ആണ്. മനസ്സിലായില്ലേ? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ്, നിങ്ങൾ ശ്രദ്ധിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 1-ാമൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. ആരാണ് ലൈഫ് മിഷൻ്റെ ചെയർമാൻ? മുഖ്യമന്ത്രി. പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒരു മൊഴി എടുത്തോ, ഒരു മൊഴി. ചെയർമാനാണ് ലൈഫ് മിഷൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ ഈ മാസപ്പടി വിവാദം ഉണ്ടായി, കരുവന്നൂരിലെ വിവാദം ഉണ്ടായി. കരുവന്നൂരിൽ എന്താ ചെയ്യുന്നത്? കരുവന്നൂരിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് CPMൻ്റെ മീതെ. ഏത്? തൃശ്ശൂരിൽ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJP വിമർശനത്തിൻ്റെ മുനയോടിയൊന്നു ഹവാല കേസ് സുരേന്ദ്രൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹവാല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഈ പണം ശേഖരിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടേ കൊടുത്ത സ്ഥലമില്ല. അപ്പോഴേ പ്രോസിക്യൂഷൻ സ്റ്റോറി ആവുള്ളൂ. കൊണ്ടേ കൊടുത്ത സ്ഥലം BJP ആണ്, കൊണ്ടേ കൊടുക്കേണ്ട സ്ഥലം. തെളിവുകളുണ്ട്. BJP നേതാക്കളെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. പിന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഉപേക്ഷിച്ച് വേറൊരു കാറിൽ കയറി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ പോയി ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മറുപടി പറഞ്ഞില്ല, മുഖത്ത് നോക്കി ചോദിച്ചിട്ട്. 2, ആ ശ്രീ M-ന് നിങ്ങൾ 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തില്ലേ? മറ്റേ നിയമങ്ങളെല്ലാം ലംഘിച്ച്. 3-ാമത് അതേ ശ്രീ M ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളെല്ലാം കൂടി ഒന്നും കൂടി ഇരുന്നില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ശരി, ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ CPMൻ്റെ നമുക്കറിയുന്ന CPMൻ്റെ പ്രഖ്യാപിത രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മത തീവ്രവാദങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. ഹിന്ദുത്വ പുനരുത്ഥാനവാദത്തെ അവർ ശക്തമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ എതിർത്തുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ പിണറായി വിജയൻ? ലീഗലി ഫൈറ്റ് ചെയ്തില്ലേ സുപ്രീം കോടതിയിൽ? അപ്പോൾ അവരുടെ രാഷ്ട്രീയം ഒരിക്കലും അവർ മാത്രമല്ല, എപ്പോഴൊക്കെ ദേശീയ തലത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ BJP അകറ്റി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുൻകൈ എടുത്തിട്ടുള്ളവരാണ്, പിന്തുണച്ചിട്ടുള്ളവരാണ്. അവർ വളരെ രഹസ്യമായി കേരളത്തിലൊരു ബാന്ധവത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് ആളുകൾക്ക് വിശ്വാസത്തിലെടുക്കാനൊരു പ്രയാസമുണ്ടാകില്ലേ? തിരിച്ച് മറുചോദ്യം ഉണ്ട് എൻ്റെ ഉണ്ണി. ഞാൻ പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ RSSൻ്റെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടില്ല RSSൻ്റെ വോട്ട് വേണ്ടാന്ന്. ചില സ്ഥലത്ത് അത് വേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചില സ്ഥലത്ത് RSSുമായി ചേർന്ന് തിരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് രാഷ്ട്രീയമാണ്? അതിനാണ് അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിന് അടവ് നയമെന്ന് ചിലപ്പോൾ പേരിടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സമയത്ത് പറഞ്ഞു PDPയുടെ നേതാവ് അബ്ദുൽ നാസർ മദനിയെ CBIക്ക് പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടു, എഴുതി വെച്ചു. അതേ മദനിയെ കാത്ത് മറ്റേ പിണറായി വിജയൻ ശംഖുമുഖം ബീച്ചിൽ കാത്തിരുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം മദനിയുടെ പിന്തുണയുണ്ട്, അപ്പോൾ അതിനെ സ്വീകരിച്ചു.
അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല, അതാണ് തെറ്റിദ്ധാരണ. അല്ല, പക്ഷേ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ ഇപ്പം മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു പ്രധാനപ്പെട്ട ശത്രുവായിരുന്നത്. എന്നാൽ ഇക്കാലത്ത് അതല്ല. ഇക്കാലത്ത് മതതീവ്രവാദം ഒരു ആശയ അടിത്തറയായി സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം രാജ്യത്തെ വൈകാരികമായി ജനങ്ങളെ ഒന്നിപ്പിച്ചിട്ട് വിഭാഗീയ രാഷ്ട്രീയം കൊണ്ടുവരുമ്പം സ്വാഭാവികമായും കുറച്ചുകൂടി ഭേദം കോൺഗ്രസ് ആണ് എന്ന് കണ്ടെത്തുകയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ CPM-നും കോൺഗ്രസിനും ഐക്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ വളരെ 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 കുറവാണ്. നിങ്ങളുടെയൊക്കെ നയങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അന്നത്തെ കാലത്ത് കോൺഗ്രസ് ഒരു മുഖ്യ ശത്രുവായിരിക്കുമ്പോൾ ചില തന്ത്രങ്ങളും അടവ് നയങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകും. അടിസ്ഥാനപരമായി CPM-ന്റെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വവാദത്തിന് എതിരാണ്, നിങ്ങൾ മൃദു ഹിന്ദുത്വവാദികളാണ് എന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു. അത് അവർ തന്നെ പറയുന്നതല്ലേ. പിന്നെ അത് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി അവിടെ പോയി സമരം ചെയ്തത്? എപ്പോഴാണ് സമരം ചെയ്തത്? കേരളത്തിലെ സാമ്പത്തിക സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായി, ശമ്പളം കൊടുക്കാൻ പറ്റാതെ, പെൻഷൻ കൊടുക്കാൻ പറ്റാതെ, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോയി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യാൻ പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. നവകേരള സദസ്സിൽ ഉടനീളം പറഞ്ഞു 57,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തുകൾ ഉൾപ്പെടെ ഉള്ള കേരളത്തിൻ്റെ കണക്കുകൾ മുഴുവൻ ഞങ്ങൾ സ്റ്റഡി ചെയ്തു. കാരണം ഞങ്ങളിത് 2020 മുതൽ പറയുന്നതാണ്. ഇനി സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ നവകേരള സദസ്സിൽ പുരപ്പുറത്ത് കയറി എന്ന് പ്രസംഗിച്ച ഈ 56,700 കോടി എന്നുള്ള വാക്കുപോലും ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കടമെടുപ്പിന് ഒന്നും കൂടി അനുവദിക്കണം, കടമെടുക്കാൻ ഒന്നും കൂടി അനുവദിക്കണം എന്ന് മാത്രമാണ് ഡൽഹിയിൽ പോയി പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി ഒരു ഭയത്തിന് അടിമയാണ്. ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ എക്സാലോജിക്ക് പോലുള്ള ഇഷ്യൂവിൽ ഏത് സമയത്ത് വേണമെങ്കിലും വീണയ്ക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം. ആ രീതിയിൽ ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും എക്സാലോജിക്കിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും വ്യക്തിപരമായി കുടുംബപരമായി പിണറായി ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ? അത് പാർട്ടിക്കൊരു ബാധ്യതയാവുന്നുണ്ടോ? അതാണോ പാർട്ടിയുടെ ഒരു മെല്ലപ്പോക്കിലേക്ക് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നത്? അതാണല്ലോ ഞങ്ങളുടെ പോയിന്റ്. അതല്ലേ, ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത്. ഇപ്പോൾ പേടിച്ചാണ് ഭരിക്കുന്നത്. കാരണം ഈ കേന്ദ്ര ഏജൻസികൾ ഏതു ദിവസവും കടന്നു വരുമോ എന്നുള്ള ഭീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ ധാരണ എന്ന് പറഞ്ഞാൽ ഏത് മണ്ഡലങ്ങൾ? ഞാൻ പറയാം. ഇപ്പം തൃശ്ശൂർ ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂരിൽ എന്താണ് ED ചെയ്തത്? ED ചെയ്തത് അറിയപ്പെടുന്ന CPM നേതാക്കളെ മുഴുവൻ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പല പ്രാവശ്യം വിളിച്ചു, ചോദ്യം ചെയ്തു. ഇപ്പം അറസ്റ്റ് ചെയ്യുന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി. അറസ്റ്റ് ചെയ്തില്ല. പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ CPM-നെതിരായിട്ടുള്ള ഒരു ED-യുടെ നീക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യേണ്ടത് കോൺഗ്രസിനില്ല. കാരണം വെച്ചാൽ BJP-ക്ക് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ ഹൈപ്പ് ഉണ്ടായി. സുരേഷ് ഗോപി വന്നിട്ട് ആ ഹൈപ്പൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കരുവന്നൂർ വിഷയം വന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവായി മാറുന്നത് കോൺഗ്രസ് ആയിരിക്കും. അവർ ചെയ്യുന്നില്ലല്ലോ. അവർ ചെയ്താലാണ് ഞങ്ങൾ ഗുണഭോക്താക്കളാകുന്നത്. അവരിപ്പോൾ ചെയ്യുന്നില്ല. ചെയ്യാതെ CPM-ൻ്റെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ് തൃശ്ശൂരിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP ഒരു പക്ഷേ കേരളത്തിൽ 2ാം സ്ഥാനത്ത് ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനേക്കാൾ ശക്തമായ നടപടി മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ഇവർക്കെതിരെ ചെയ്തേനെ. ഇവിടെ BJP 2ാം സ്ഥാനത്തല്ല, 3ാം സ്ഥാനത്ത് പോലും ഇല്ല. വലിയ ഡിഫറൻസിലാണ്. പിണറായി വിജയൻ അടക്കമുള്ള CPM നേതൃത്വത്തെ കുറ്റക്കാരാക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാ? അത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവർ ചെയ്യാത്തത്. CPM ഉയർത്തുന്ന ഇരവാദം ഇരവാദം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മറ്റൊരു വലിയ വിഭാഗം ഇരകളായി മാറ്റപ്പെടാൻ പോകുന്നു എന്നൊരു രാഷ്ട്രീയം കൂടി CPM പറയുന്നുണ്ട്. അത് മുസ്ലിങ്ങളാണ്. അത് പ്രധാനമായും CAA ഇഷ്യൂ തന്നെയാണ്. ആ CAA ഇഷ്യൂവിൽ നിശ്ചയമായും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തെയും അംഗീകരിക്കില്ല എന്ന് വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ രാജ്യത്ത് CAA ഒരു സുപ്രധാന വിഷയമായി വരുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുത്താൻ ഒരു ബാധ്യത, രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അത് ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം വളരെ ശക്തമായി കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞു ഈ പൗരത്വ നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ കേരളത്തിലെ MP-മാർ അനങ്ങിയില്ല. അപ്പം ഞാൻ ശശി തരൂരിൻ്റെയും
മറ്റേ NK പ്രേമേന്ദ്രൻ്റെ ET മുഹമ്മദ് ബഷീറിൻ്റെയും പ്രസംഗം അയച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പൗരത്വ നിയമം വന്നപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നെന്ന് പറഞ്ഞു. പൗരത്വ നിയമത്തിനെതിരായി രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും എതിരായി വോട്ട് ചെയ്തതിൻ്റെ പാർലമെൻറ്റിലെ രേഖ ഞാനെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹം പിറ്റേ ദിവസം അതേ കള്ളം തന്നെ ആവർത്തിച്ച് പറഞ്ഞു. കഴിഞ്ഞ 35 ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് ഈ പൗരത്വ നിയമം മാത്രമേ ഉള്ളൂ. അത് പൗരത്വ നിയമത്തോടുള്ള എതിർപ്പായിരുന്നുവെങ്കിൽ 2019 835 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായി കേരളത്തിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത്. എല്ലാ കേസും പിൻവലിക്കുന്ന ഉറപ്പ് കൊടുത്ത ആളാണ് മുഖ്യമന്ത്രി. 69 കേസ് പിൻവലിപ്പിച്ചുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴുള്ള പൗരത്വ നിയമ വിരുദ്ധ നിലപാടും പ്രേമവും മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് അറിയാം. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പൗരത്വ നിയമം റദ്ദാക്കാൻ CPM വോട്ട് ചെയ്യാം എന്ന് ആരാ തീരുമാനിക്കാൻ പോണേ? അവരെന്താ വിഡ്ഢികളാണോ മലബാറിലുള്ള ആളുകൾ എന്ന് പറയുന്നത്? ഇനി ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ. സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആരാ? കോൺഗ്രസ് ആണ്. ഇന്ത്യയിലൊരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, മലബാറിലെ ആളുകൾക്ക് മാത്രമല്ല, വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് മൈനോറിറ്റീസിന് മാത്രമല്ല, നീ ഒരു ഡെമോക്രാറ്റിക്കായി ചിന്തിക്കുന്ന, സെക്കുലറായി ചിന്തിക്കുന്ന, ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൂടും. കാരണം അവർ മൈനോറിറ്റി ആയതുകൊണ്ട് കൂടും. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷ ആരാ? പ്രതീക്ഷ കോൺഗ്രസ് അല്ലേ? മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ല, ശരിക്കും പറഞ്ഞാലേ ഈ CAA വിഷയത്തിലും അതുപോലെ തന്നെ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയത്തിലൊക്കെ കോൺഗ്രസ് നിശ്ചയമായ ഒരു ദേശീയ പാർട്ടിയാണ്. അവർക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം CPM കേരളത്തിൽ മാത്രം നിന്ന് രാഷ്ട്രീയം പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും, കടുത്ത രാഷ്ട്രീയ നിലപാടൊന്നും രാജ്യത്ത് ഉടനീളം മത്സരിക്കുന്നൊരു പാർട്ടി നിലയ്ക്ക് പ്രയാസമാണ് കോൺഗ്രസ്സിന്. പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ കേരളത്തിലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസിനെ വെട്ടിലാക്കാൻ കഴിയുന്ന പ്രചാരണങ്ങൾക്ക് അവർക്ക് CPM പിന്നെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വയനാട്ടിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് രാജ്യത്തെ തന്നെ ഒരു അപകടകരമായ രാഷ്ട്രീയ സ്ഥിതിയുടെ ഉദാഹരണമാണ് വയനാട്. കാരണം വെച്ചാൽ അവിടെ പാർട്ടിയുടെ പതാകയും പിന്നെ ഈ പറയുന്ന ലീഗിൻ്റെ പതാകയും കൂടി ഒരുമിച്ച് കെട്ടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത് അപ്പോൾ ഒരു വിഷ്വലായിട്ട് എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിച്ച് കളയും. ഈ ഒരു സാഹചര്യത്തെ പക്ഷേ പരമാവധി CPM മുതലെടുക്കുന്നുണ്ട്. ഞാനിത് പറയാം, ഇതെല്ലാം ഈ CPMൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ഉണ്ടായി. പ്രാണപ്രതിഷ്ഠ വന്നപ്പോൾ ക്ഷണം കിട്ടി വ്യക്തിപരമായ നേതാക്കൾക്ക്. സോണിയാഗാന്ധിക്കും കിട്ടി, ഖാർഗേജിക്കും കിട്ടി. അവരെന്താ ചെയ്യേണ്ടത്? അത് ഞങ്ങൾക്ക് മതത്തിനോട് വിരോധമില്ല. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി അതിനെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു ഭരണകൂടം. അവിടെ ക്ഷണിച്ചവർ പോകണ്ട എന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത്. അതെന്ത് മൃദു ഹിന്ദുത്വ സമീപനമാണ് അത്? അതൊക്കെ ഇവർ വെറുതെ ഇവരുടെ നറേറ്റീവ് അല്ലേ. CAA അറബിക്കടലിൽ നിന്നാണ് രാഹുൽ ഗാന്ധി എവിടെ പോയ പ്രസംഗിച്ച് ഏറ്റവും വലിയ പ്രശ്നമുള്ള ഇവിടെ കേരളത്തിലാണ് CAA ഇഷ്യൂ. നമ്മൾ പറയുമ്പോൾ പറയണമല്ലോ, കേരളത്തിൽ ആർക്കെങ്കിലും പൗരത്വത്തിന് പ്രശ്നമുണ്ടോ? പ്രശ്നം എവിടെയാണ്? പ്രശ്നം ആസാമില ബംഗ്ലാദേശി പൗരന്മാരുടെ ഇഷ്യൂ ആണ് മേജർ ഇഷ്യൂ. അവിടെയാണ് രാഹുൽ ഗാന്ധി പബ്ലിക് റാലി നടത്തി പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA നിയമം അറബിക്കടലിൽ നിന്നാണ് പറഞ്ഞത്. കോഴിക്കോട് അദ്ദേഹം പ്രസംഗിച്ചല്ലോ, മതത്തെ അടിസ്ഥാനമാക്കി ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണല്ലോ അലിഗേഷൻ. CAA റാലി ഞങ്ങൾ നടത്തി, അവർ നടത്തി, CPM നടത്തി. പാലസ്തീൻ റാലി ഞങ്ങൾ നടത്തി, അവർ നടത്തി. ഇവർ കുറേ ദിവസം എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്? സമസ്തയെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കും. അതെ. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം? അപ്പോൾ ഇവർ അന്ന് ആ റാലി നടത്തിയിട്ട് മുസ്ലിം ലീഗിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, സമസ്തയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ടൊരു രാഷ്ട്രീയ ഇത് പറയുക, അതിന് മുസ്ലിം ലീഗ് CPMനോട് അടുക്കുന്നു എന്ന് വരുത്തുക. അപ്പോഴാണ് പാണക്കാട് തങ്ങൾ സാദിഖലി തങ്ങൾ എന്ന് പറഞ്ഞത് UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFൽ പോകാൻ ഒരു കാരണമില്ല. ശരി, എനിക്ക് 2 ചോദ്യങ്ങളിവിടെ ഉണ്ട്. അതിൽ ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമ്മളതിനെ സാധ്യതകളെ കമ്പയർ ചെയ്യുക. അപ്പം നമ്മുടെ മുമ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. വലിയ തോൽവിയാണ് UDFന് ഉണ്ടായത്. ഒരു സീറ്റ് കൂടി ഉണ്ടെങ്കിൽ 100 സീറ്റ് കിട്ടുന്നൊരവസ്ഥയായിരുന്നു CPMനും ഇടതുപക്ഷത്തിനും ഉള്ളത്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ആകപ്പാടെ ഒരു 3 വർഷം ആകുന്നതേ ഉള്ളൂ. ആ 3 വർഷത്തിനകത്ത് UDFന് ഒരു വലിയ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന സാഹചര്യം എന്താണ് കേരളത്തിലുള്ളത്? ഒന്ന്, വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി, വലിയ തരത്തിലുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായി ആളുകളുടെ ഇടയിൽ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലെയും രാഷ്ട്രീയവും 2 ഗവൺമെൻറ്റുകളും ഉണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ട്. ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി.
പിന്നെ ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ ഈ പെട്ടെന്ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത്, ഇതെല്ലാം ഭയപ്പെടുത്തുന്ന നടപടികളാണ്. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്തും ചെയ്യാൻ പഠിക്കില്ലാണ് ഒരു സാഹചര്യം ഒന്ന്. രണ്ടാമത്തെ സാഹചര്യം, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും രോഷവും അമർഷവും. ഇപ്പോൾ 55 ലക്ഷം പേർക്ക് 7 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല, 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ടില്ല, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനമില്ല, KSRTC പൂട്ടാറായി, KSEB വലിയ കടത്തിലാണ്, സപ്ലൈകോ വലിയ കടത്തിലാണ്, അതുപോലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വലിയ ബാധ്യതയിലാണ്, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മുഴുവൻ തകരുന്നു. അടുത്ത മാസം ശമ്പളം കൊടുക്കും എന്നാണ് മന്ത്രി പ്രഖ്യാപിക്കുന്നത്. വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 16,000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാൻ. അപ്പോൾ ഇൻഎഫിഷ്യൻറ്റ് ടു ദ കോറാണ്, അതായത് കെടുകാര്യസ്ഥതയുടെ പരമാവധിയാണ്. നികുതി പിരിക്കുന്നില്ല, നികുതി പിരിവ് നടക്കുന്നില്ല, പരാജയപ്പെട്ട സർക്കാരാണ്. എന്നിട്ട് അത് മറികടക്കാൻ വേണ്ടി 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, സേവന നികുതികൾ വർദ്ധിപ്പിച്ചു, മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില 50%. ജനങ്ങളുടെ മീതെ വീണ്ടും ഭാരം കെട്ടിവെക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡ് കാരണം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും 20-ൽ 19 ലോകസഭയിൽ കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആലസ്യവും എല്ലാം കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽക്കാൻ കാരണമായിട്ടുണ്ട്. ഇതല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന 2 തോൽവികൾ ഉണ്ടാക്കിയിരിക്കുന്ന അനുഭവ പാഠങ്ങളുണ്ട്. നന്നായിട്ട് ഞങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDFൻ്റെ സീറ്റ് വിഭജനം ഒരു അസ്വാരസ്യമില്ലാതെ, ഒരു പോറില്ലാതെ കടന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വെറുതെ നടത്തിയെന്ന്, തർക്കമില്ലാതെ നടത്തിയെന്ന് മാത്രമല്ല, അതൊരു വലിയ രീതിയിൽ സർപ്രൈസ് ആയിരുന്നു, ചർച്ച ചെയ്യപ്പെട്ട രീതിയിൽ നടത്താൻ പറ്റി. പിന്നെ ലീഡർഷിപ്പ് എല്ലാവരും തമ്മിലുള്ള ഒരു അസാമാന്യമായ ഒരു ധാരണയും ഒരു സഹകരണവും പ്രവർത്തനവും ഭംഗിയായിട്ട് പോകുന്നു. ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കോൺഗ്രസിൽ തീരെ ഇല്ലാതായി. ഞാൻ പറയുന്നു, കേരളത്തിൽ ഒരു 100 സീറ്റിലധികം, ഞാൻ 110 എന്നൊക്കെ പറഞ്ഞ അഹങ്കാരവും, അത്രയും അസംബ്ലി സെഗ്മെൻറ്റിൽ ഈ പാർലമെൻറ്റിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആകെ കേരളത്തിൽ 20 സീറ്റേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് ഞങ്ങൾ തൂത്തുവാരി ജയിക്കുമെന്ന് ഒരു സംസ്ഥാനത്തും പറയുന്നില്ല. ഇപ്പോൾ കർണാടകത്തിൽ ഏതാണ്ട് 3-2 അടുപ്പിച്ച് ഭൂരിപക്ഷമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത്. അവിടെ നിങ്ങളത് പറയുന്നില്ല. ഇപ്പോൾ രേവന്ത് റെഡ്ഡി അത്ഭുതം കാണിച്ചു. തെലങ്കാനയിൽ വലിയ വിജയമാണ് ഈ വർഷം കോൺഗ്രസിന് നേടിയത്. അവിടെയും നിങ്ങളത് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ മാത്രം നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് 20 സീറ്റും ലഭിക്കും എന്നുള്ളതാണ്. അത് വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യപ്പെടലാണോ അതോ വെറുതെ ആത്മവിശ്വാസ പ്രകടനമാണോ? അത് നിങ്ങൾ പിണറായി വിജയനോടോ MV ഗോവിന്ദനോ അടക്കമുള്ള ഏത് നേതാവിനോടും നിങ്ങൾ ക്യാമറ ഇല്ലാതെ ഒന്ന് ചോദിക്കും, ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. 4 സീറ്റിൽ ടൈറ്റ് മത്സരം എന്ന് പറയുന്നുണ്ട്. അത് പറയുമല്ലേ, അതുണ്ട്. അതൊക്കെ ഞങ്ങളില്ലാന്ന് പറയുന്നില്ല. മത്സരമുണ്ട്, ഞാനത് എഗ്രി ചെയ്യുന്നു. ഞങ്ങൾക്കത് മനസ്സിലായി. തുടക്കത്തിൽ ഞങ്ങളൊരു പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റും സോഷ്യൽ എഞ്ചിനീയറിങ്ങും പുതിയ രീതികളും പുതിയ സംവിധാനങ്ങളുമാണ്. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. ഞങ്ങൾ എവിടെയാണ് മിസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത് ഞങ്ങൾ തൃക്കാക്കരയിലും ഞങ്ങൾ അവിടെയും പരീക്ഷിച്ചാണ്. ഇല്ലെങ്കിൽ അവിടെ തോറ്റുപോയ തന്നെയല്ലേ. അവിടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരട്ടി വോട്ടിനും മറ്റു സ്ഥലത്ത് 4 ഇരട്ടി വോട്ടിനും ജയിച്ചു പുതുപ്പള്ളിയിൽ. അതായത് ആന്റി ഇൻകംബൻസി മാത്രമല്ല, പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ ഇപ്രാവശ്യം UDFന്റെ ഭാഗത്തുണ്ട് എന്ന് കൂടി പറയുന്നു അല്ലേ. അതായത് കേവലം സർക്കാർ വിരുദ്ധ തരംഗം, കേവലം പിണറായി വിരുദ്ധ തരംഗം മാത്രമല്ല. പിന്നെ ഇവിടെ SDP ഒരു പ്രശ്നം വന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ, ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്താനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പോൾ 1-ാം തീയതിയാണ്, ഏപ്രിൽ 1-ാം തീയതി. അപ്പോൾ UDFിൻ്റെ പിന്തുണ, അപ്പം മര്യാദ ഉണ്ടല്ലോ, UDFിലെ കക്ഷികളോട് ആലോചിക്കണം. അപ്പോൾ എല്ലാവരും പല സ്ഥലത്തും പ്രചരണത്തിലാണ്. 3-ാം തീയതി പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി വരുന്നുണ്ട് വയനാട്. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കാന്ന്. അവിടെ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം എന്താ, ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അത്തരം ഒരു പാർട്ടികളുടെ പിന്തുണയും സ്വീകാര്യമല്ല. SDP-യുടെ പിന്തുണ ആ തരത്തിലാണ് കാണുന്നത്. ക്ലാരിറ്റിയാണല്ലോ, ഒരു സംശയത്തിലാണ്. അത് വേണ്ട. ഞാൻ ചോദിക്കട്ടെ ഉണ്ണി, കഴിഞ്ഞ 50 വർഷത്തെ രാഷ്ട്രീയത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റോ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ബോൾഡ് ഡിസിഷനാണ്. എന്താണെന്നറിയോ, വെള്ളം ചേർക്കാൻ പാടില്ല, സെക്യുലർ പൊസിഷനിങ് ആണ്. അപ്പോൾ ഇതിന് ആ 2 ദിവസം ഉണ്ടല്ലോ,
ഇതുപോലെ CPM കിടന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി. ഇത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരവരുടെ പിന്തുണ മേടിച്ചാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ PDPയുടെ പിന്തുണ CPMന് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ, ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. ഞങ്ങൾ ആ തീരുമാനം എടുത്തേ പോവുള്ളൂ. അതിന് ഞാൻ നേരത്തെ തമാശയായിട്ട് പറഞ്ഞതല്ല, ഈ സാധാരണ ഇത്തരം കാര്യങ്ങളെ പ്രത്യയശാസ്ത്ര ഷാഡ്യം എന്ന് വിളിച്ചാണ് കളിയാണ്. ആ ഷാഡ്യം ഉണ്ട്. അപ്പോൾ വളരെയധികം നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.